കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായി നടന്മാരായ ദിലീപും നാദിർഷയും പോലീസിൽ പരാതി നൽകി. പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതായും 1.5 കോടി രൂപ ആവശ്യപ്പെട്ടതായുമാണ് പരാതി. ഭീഷണിയുടെ ശബ്ദ സന്ദേശവും പോലീസിന് കൈമാറി. പണം നൽകിയില്ലെങ്കിൽ തന്റെ പേര് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ദിലീപ് പറഞ്ഞു. അതേസമയം നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് പൾസർ സുനിയുടെ സഹതടവുകാരൻ ജിൻസൺ മൊഴി നൽകി. പെരുമ്പാവൂർ പോലീസ് ജിൻസന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. സിബി ജോസഫ് സമഗ്രമായ വിവരങ്ങൾ നൽകും. ആദ്യം നാദിർഷയുടെ വാക്കുകളിലേക്ക്. സ്വന്തം ഇഷ്ടപ്രകാരം പുള്ളി ചെയ്തതാണ് ഇങ്ങനൊരു കാര്യം. പക്ഷെ ദിലീപേട്ടന്റെ പേര് പറയാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ ആരൊക്കെയാണെന്നൊക്കെ ചോദിച്ചപ്പോ പുള്ളി അതിനകത്ത് കുറെ പേരുകളൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പൈസ തരാം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ദിലീപേട്ടന്റെ പേര് പറയുകയാണെങ്കിൽ. അപ്പൊ ഞങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ ഇതിന് കുറെ കാശിന്റെ ഒക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ അത് കാരണം ഞങ്ങളത് അവര് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പൈസ തരും. പേര് പറയാതിരിക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ്റെ അടുത്ത് കുറച്ച് കാശ് തരാൻ പറയൂ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കാരണമല്ല. ഞാൻ പറഞ്ഞു അത് അതിന്റെ ആവശ്യമില്ലല്ലോ, അത് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. പിന്നെ എന്തിനാണ് ദിലീപിന്റെ അടുത്തുനിന്ന് പറഞ്ഞ് പൈസ പറയിപ്പിക്കുന്നത് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ് അങ്ങനെ അല്ല, ഞങ്ങളിങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരുപാട് ഫോഴ്സ് ഉണ്ട് നമുക്കിങ്ങനെ പേര് പറയാന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ അപ്പൊ ഞാനിതെല്ലാം ഫുൾ റെക്കോർഡ് ചെയ്തിട്ട് നേരെ ദിലീപിനെ അയച്ചു കൊടുത്തു. ദിലീപ് നേരെ TGPക്ക് കൊടുത്തു, കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുത്തു. ഇനി ദിലീപിന്റെ വാക്കുകളിലേക്ക്. ആരൊക്കെ ബന്ധപ്പെട്ടു എല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൈമാറിയിട്ടുണ്ട്. എല്ലാം എത്തിച്ചത് ഞാൻ തന്നെയാണ്. എല്ലാ തെളിവുകളും അടക്കം കൊടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. നമ്മള് ഈ ജന്മത്തെ ഓർമ്മയിൽ കാണാത്ത നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിയമത്തിന്റെ വഴിക്ക് നീങ്ങുന്നത്. മാധ്യമങ്ങളോടുള്ള പ്രത്യേക ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ വെറുതെ വേണ്ടാതിനെ ആലോചിച്ച് വെച്ച് വളച്ചൊടിക്കരുത്. സിബി ജോസഫ് ചേരുന്നു. സിബി, നാം പരാതി നൽകി എന്നാണല്ലോ ഏറ്റവും പുതിയ വിവരങ്ങൾ. എന്തൊക്കെയാണ് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്? എപ്പോഴാണ് ഇത് നൽകിയത്? അരുൺ, 2 മാസം മുമ്പാണ് ഇത്തരത്തിലൊരു പരാതി ദിലീപ് പോലീസിന് നൽകിയത്. ഇതിൽ പ്രധാനമായും ദിലീപ് പറഞ്ഞത് നാദിർഷയും അതോടൊപ്പം തന്നെ ഒരു മാനേജർ അപ്പുണ്ണിയെയും വിളിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന്റെയും നാദിർഷയുടെയും എല്ലാം പേരുകൾ വലിച്ചൊഴിക്കും. ഈ പേരുകൾ വലിച്ചൊഴിക്കാതിരിക്കണമെങ്കിൽ തങ്ങൾക്ക് 1.5 കോടി രൂപ നൽകണമെന്ന് ഭീഷണിയാണ് ഉയർത്തിയതെന്നാണ് ഇപ്പോൾ ദിലീപ് കഴിഞ്ഞ ദിവസം ഈ 2 മാസം മുമ്പ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ദിലീപ് പറയുന്നത് ഒരുപക്ഷെ തന്നെ വിളിച്ചിട്ട് കിട്ടാത്തതിനാകാം ഈ നാദിർഷയും അതുപോലെ തന്നെ മാനേജർ അപ്പുണ്ണിയെയും വിളിച്ചതെന്നാണ് ഇപ്പോൾ ദിലീപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇവരെ വിളിച്ചിട്ടാണ് ഇപ്പോൾ ഈ 2 മാസം മുമ്പ് വിളിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പേരുകൾ കൂടി വലിച്ചു നീങ്ങുമെന്നുള്ളൊരു ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇതിനു ശേഷമാണ് പോലീസ് ഒരു വിശദമായ അന്വേഷണം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പൾസർ സുനിയുടെ സഹതടവുകാരൻ തന്നെയാണ് ഇത്തരത്തിലൊരു സഹതടവുകാരൻ വിഷ്ണു എന്ന ആളാണ് ഇത്തരത്തിലൊരു ഭീഷണിപ്പെടുത്തിയത്. ഈ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവരെ ചോദ്യം ചെയ്തത്. ഇതിനുശേഷമാകാം ഇതിന് 2 മാസം മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇതിനുശേഷമാണ് ഇപ്പോൾ ഈ കേസ് വീണ്ടും സജീവമാകുകയും പൾസർ സുനിയുടെ സഹതടവുകാരനായി ജിംസനെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഈ ജിംസൺ പ്രധാനമായി പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ഗൂഢാലോചനയുണ്ട്, എന്നാൽ സിനിമാക്കാർക്ക് ഇതുമായി ബന്ധമില്ലെന്നാണ് ജിംസൺ പെരുമ്പാവൂർ പോലീസിനെ മൊഴി നൽകിയത്. എന്നാൽ മറ്റൊരു സഹോദരനായി വിഷ്ണു പറഞ്ഞിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷ്ണുവാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൾസർ സുനി നടത്തുന്ന നീക്കങ്ങളാണോ ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജയിലിനകത്ത് തന്നെ പൾസർ സുനി നടത്തുന്ന ചില നീക്കങ്ങൾ ആയിട്ട് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ദിലീപ് പോലീസിൽ പരാതി നൽകിയിട്ടും ഈ പരാതി മേലുള്ള അന്വേഷണമാണ് പോലീസ് നീണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പൾസർ സുനിയുടെ സഹതടവുകാർ അടക്കമുള്ളവരാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല സിനിമാക്കാരുമായി ഇതിന് ഈ കേസ് ബന്ധമുണ്ടോ എന്ന രീതിയിൽ ഇപ്പോൾ കേസ് മാറിയിരിക്കുന്നു. ഈ ഒരു കുറ്റപത്രം 7 പ്രതികൾ വെച്ച് കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു നിർണായകമായ വഴിത്തിരിവ് ഈ കേസിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മലയാളത്തിലെ പ്രശസ്തരായ നടന്മാരെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പേരുകൾ വലിച്ചൊഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണിപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് ഈ കേസ് മാറിയിരിക്കുന്നു. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ദിലീപിന്റെ എല്ലാ പേരുകൾ വന്നിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു തെളിവുകളോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു അന്വേഷണമോ പോലീസ് നടത്തിയിട്ടും ഒന്നും ലഭിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലേക്ക് ഒരു അന്വേഷണം പോലീസിന് പിന്നെ വ്യാപിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും
ഈ ദിലീപ് ഒരു പരാതി നൽകിയതുകൊണ്ട് തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു, സിനിമാക്കാരിനുള്ളിൽ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു, തന്റെ സമൂഹത്തിന് മുന്നിൽ തന്നെ അപമാനപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ ദിലീപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുന്ന വളരെ നിർണായകം ഒരു വഴിത്തിരിവിലേക്ക് ഈ കേസ് മാറുന്നു. ഈ കേസ് വീണ്ടും സജീവമാകുന്നു. ഫെബ്രുവരി 17 നടന്ന സംഭവം ഇപ്പോൾ അവസാനിക്കാനിരിക്കെ ഈ കേസ് വീണ്ടും ആദ്യം മുതൽ അന്വേഷിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ഇവരെ ഭീഷണിപ്പെടുത്തിയ ഫോൺ റെക്കോർഡുകൾ ഉൾപ്പെടെയുള്ളവ ദിലീപ് പോലീസിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഇരു നടന്മാരും തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ തങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി, തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഭീഷണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് പൾസർ സുനി അടക്കമുള്ളവരുടെ ഗൂഢാലോചനയാണെന്നും മാത്രമല്ല മറ്റുള്ളവരുടെ ഉന്നതതല ഗൂഢാലോചന ബന്ധമുണ്ടോ എന്നും ഇവർ സംശയിക്കുന്നുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ഒരു വലിയ അന്വേഷണത്തിലേക്ക് വീണ്ടും വലിയ കേസ് വ്യാപിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അരുൺ, സിബി ജോസഫ് വിവരങ്ങൾ നൽകി. തുടരുക സിബി. നാദർഷയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. സ്വന്തം ഇഷ്ടപ്രകാരം പുള്ളി ചെയ്തതാണ് ഇങ്ങനൊരു കാര്യം. പക്ഷെ ദിലീപേട്ടന്റെ പേര് പറയാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ ആരൊക്കെയാണെന്നൊക്കെ ചോദിച്ചപ്പോ പുള്ളി അതിനകത്ത് കുറെ പേരുകളൊക്കെ പറഞ്ഞു. അപ്പൊ അവര് പൈസ തരാം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ദിലീപേട്ടന്റെ പേര് പറയുകയാണെങ്കിൽ. അപ്പൊ ഞങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ ഇതിന് കുറെ കാശിന്റെ ഒക്കെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ അത് കാരണം ഞങ്ങളത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പൈസ തരും. പേര് പറയാതിരിക്കുകയാണെങ്കിൽ ദിലീപേട്ടൻ്റെ അടുത്ത് കുറച്ച് കാശ് തരാൻ പറയൂ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കാരണമല്ല. ഞാൻ പറഞ്ഞു അത് അതിന്റെ ആവശ്യമില്ലല്ലോ, അത് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. പിന്നെന്തിനാണ് ദിലീപിന്റെ അടുത്തുനിന്ന് പറഞ്ഞ് പൈസ പറയിപ്പിക്കണത് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞ് അങ്ങനെ അല്ല, ഞങ്ങളിങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെ ഒരുപാട് ഫോഴ്സ് ഉണ്ട് നമുക്കിങ്ങനെ പേര് പറയാന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിൽ അപ്പൊ ഞാനിതെല്ലാം ഫുൾ റെക്കോർഡ് ചെയ്തിട്ട് നേരെ ദിലീപിനെ അയച്ചു കൊടുത്തു. ദിലീപ് നേരെ TGPക്ക് കൊടുത്തു, കംപ്ലൈന്റ് ആയിട്ട് എഴുതി കൊടുത്തു. സിബി, ഇക്കാര്യങ്ങൾ പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ടോ? അതായത് ഈ ഫെബ്രുവരി 17 സംഭവം നടന്ന ഒരാഴ്ചക്കുള്ളിലാണോ ഇത് സംഭവിക്കുന്നത്? തീർച്ചയായും ഈ കാര്യത്തിൽ പോലീസ് മുഖവരയ്ക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതിമേ നടന്ന കേസിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സഹതടവുകാരന്റെ മൊഴിയും വന്നിരിക്കുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമുക്ക് ഈ സംഭവത്തെ കാണാൻ കഴിയും. കാരണം ആദ്യം പരാതി നൽകിയത് ദിലീപാണ്. ദിലീപ് പരാതി നൽകി, അതായത് നാദിർഷയെ വിളിച്ചു, അല്ലെങ്കിൽ നാദിർഷയും മാനേജർ അപ്പുണ്ണിയെയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ ദിലീപിനെതിരെ ഒരു മൊഴി നൽകാൻ കഴിയുമോ, അല്ലെങ്കിൽ ദിലീപിന് എതിരെ നമ്മൾ മൊഴി നൽകിയാൽ 1.5 കോടി രൂപ നൽകാമെന്നൊരു സന്ദേശം നമുക്ക് ഇപ്പോൾ നാദിർഷ പറഞ്ഞത് നമുക്ക് കേട്ടുകാണാം. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഈ കേസിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി, അല്ലെങ്കിൽ ദിലീപിനെ എതിരെ ഈ കേസ് വരാൻ വേണ്ടി ചില ഗൂഢാലോചന നടത്തുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദിലീപ് ആവർത്തിച്ചിരിക്കുന്നത്. ദിലീപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ മൊഴി എടുക്കണം, സത്യങ്ങൾ പുറത്തു വരട്ടെ എന്നാണ്. നേരത്തെയും ദിലീപ് ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റും പറഞ്ഞിരുന്നു, തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല, താൻ ഇത്തരത്തിൽ നടിയോട് ക്രൂരമായി പെരുമാറില്ല, അത്തരത്തിലുള്ളൊരു വാർത്തകൾ പുറത്തു വരുന്നത് വളരെ ഖേദകരമാണെന്ന് പറഞ്ഞുകൊണ്ട് ദിലീപ് സോഷ്യൽ മീഡിയ വഴി മറ്റും പറഞ്ഞിരുന്നു. പിന്നീട് ഈ കേസിൽ ഈ നടന്മാരുടെ പേരുകളിൽ വലിച്ചഴിക്കുന്ന അവസ്ഥ ഉണ്ടായില്ല. എന്നാൽ വീണ്ടും ഈ കേസ് വീണ്ടും പുറത്തു വന്നിരിക്കുന്നു. കാരണം അന്ന് ദിലീപ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാകാം വീണ്ടും ഈ പോലീസ് സഹതടവുകാരെ മൊഴി രേഖപ്പെടുത്തിയത്. സഹതടവുകാരനായ ജിംസന്റെയും ചാലക്കുടിക്കാരനായ ജിംസന്റെയും അതോടൊപ്പം തന്നെ വിഷ്ണുവിന്റെയും ആ സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ദിലീപ് പരാതി നൽകിയ സംഭവം പുറത്തു വന്നിരിക്കുന്നത്. ജിംസൺ പ്രധാനമായി പറഞ്ഞത് സിനിമാക്കാരുമായി ബന്ധമില്ലെന്നായിരുന്നു, ഉന്നത ഗൂഢാലോചന ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. മാത്രമല്ല സുനി സ്ഥിരമായി ജയിലിൽ ഫോൺ ഉപയോഗിച്ചിരുന്നെന്നും ഈ ജയിലിലെത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ സുനിക്ക് ഫോൺ ലഭിച്ചിരുന്നു എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ പോലീസിന് മൊഴി നൽകുകയും ഈ മൊഴികൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴിയായി രേഖപ്പെടുത്താൻ പോലീസ് തിരിയുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് DGPക്ക് ലഭിച്ച ഒരു കേസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി മുന്നോട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു. ഇനി ഒരു അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കേസുകൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും സിനിമാക്കാരിലേക്ക് മാത്രമല്ല മറ്റു ഇതിനു മുമ്പ് നടന്ന പഴയ സംഭവങ്ങളിലേക്കും ഇത് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇത് പൾസർ സുനിയുടെ ഒരു ഗൂഢാലോചനയാണോ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ പൾസർ സുനി ഇതിലേക്ക് ദിലീപിനെയും അല്ലെങ്കിൽ സിനിമാക്കാരുമായുള്ള ബന്ധം വലിച്ചിഴിക്കുന്നതാണോ എന്നുള്ള കാര്യവും നമുക്ക് അതും പോലീസിനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കാര്യത്തിൽ വ്യക്തമായ തെളിവില്ലാതെ പോലീസിന് കോടതിയെ സമർപ്പിക്കാൻ കഴിയില്ല. ഇനിയൊരു മറ്റൊരു അനുബന്ധ കുറ്റപത്രം കൂടി, പുതിയ മൊഴികളും പുതിയ വിവരങ്ങളും പുതിയ കേസുകളെല്ലാം നിലവിൽ വന്ന സാഹചര്യത്തിൽ മറ്റൊരു അനുബന്ധ കുറ്റപത്രം കൂടി വിശദമായ അല്ലെങ്കിൽ വ്യാപകമായ ഒരു അന്വേഷണം നടത്തി പോലീസിന് സമർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അരുൺ, തുടരുക സിബി. ദിലീപിന്റെ വാക്കുകളിലേക്ക് കൂടി.
ആരൊക്കെ ബന്ധപ്പെട്ടു എല്ലാ ഡീറ്റെയിൽസും പോലീസിന് കൈമാറിയിട്ടുണ്ട്. എല്ലാം എത്തിച്ചത് ഞാൻ തന്നെയാണ്. എല്ലാ തെളിവുകളും അടക്കം കൊടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. നമ്മള് ഈ ജന്മത്തെ ഓർമ്മയിൽ കാണാത്ത നമ്മൾ ബ്ലാക്ക്മെയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നിയമത്തിന്റെ വഴിക്ക് നീങ്ങുന്നത്. മാധ്യമങ്ങളോടുള്ള പ്രത്യേക ഒരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ വെറുതെ വേണ്ടാതിനെ ആലോചിച്ച് വെച്ച് വളച്ചൊടിക്കരുത്. സിബി, റിമാൻഡിലുള്ള കേസിലെ മുഖ്യപ്രതി, അതായത് സുനിൽകുമാർ എന്ന ഈ പൾസർ സുനിയുടെ സഹതടവുകാരൻ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണല്ലോ കേസ്. ഈ ശബ്ദരേഖ സഹിതമാണോ പരാതി നൽകിയത്? തീർച്ചയായും ഈ ശബ്ദരേഖ സഹിതമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 20-നാണ് പരാതി നൽകിയത്. നമുക്കറിയാൻ കഴിയുന്നത് ഏപ്രിൽ 20-ന് ഇതിനു മുമ്പും നാദിർഷ ഈ കാര്യം ദിലീപിനോട് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ചില ഫോൺ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചില ഭീഷണി കോളുകൾ വന്നിരുന്നതായി നാദിർഷ ദിലീപിനെ സൂചിപ്പിച്ചിരുന്നു. അപ്പോഴാണ് ദിലീപാണ് ആവശ്യപ്പെട്ടത് ഇത് റെക്കോർഡ് ചെയ്യാൻ. പിന്നീട് പലതവണ ഇവർ വിളിച്ചപ്പോഴാണ് ഈ ഫോൺ റെക്കോർഡ് ചെയ്യുകയും ഈ ഫോൺ സംഭാഷണങ്ങൾ അടക്കമാണ് പോലീസിന് ദിലീപ് വ്യക്തമായ തെളിവുകൂടി കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന്റെ ഒരു അന്വേഷണം വ്യാപിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം കൃത്യമായ തെളിവുണ്ട്. കൃത്യമായി ദിലീപിന്റെ പേര് പറഞ്ഞുകൊണ്ട് ദിലീപിനെ അവഹേളിക്കും അല്ലെങ്കിൽ ദിലീപ് ഒരു 1.5 കോടി രൂപ നൽകിയില്ലെങ്കിൽ ദിലീപിനെയും ഈ കേസിൽ വലിച്ചിഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ നാദിർഷയെയും മാനേജർ അപ്പുണ്ണിയെയും വിളിച്ച് സംസാരിക്കുന്ന ഫോൺ റെക്കോർഡുകൾ കൃത്യമായി നാദിർഷ അത് റെക്കോർഡ് ചെയ്യുകയും ഇത് ദിലീപ് DGPക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഏപ്രിൽ 20-നാണ് കൈമാറിയത്. ഇത് പ്രകാരമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അതായത് ഈ സംഭവം നടന്നതിന് ശേഷം തന്നെ അന്തരീക്ഷത്തിൽ ഇത്തരത്തിൽ ചില അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. ഒരു പ്രമുഖ നടൻ എന്നത് ചുറ്റിപ്പറ്റി നവമാധ്യമങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഗൗരവമായ ആരോപണങ്ങൾ നിലനിന്നിരുന്നു. അതിന് ദിലീപ് വിശദീകരണവും നൽകുകയും ചെയ്തു. ഇതിനെ സമർത്ഥമായി മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ഒരർത്ഥത്തിൽ. അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു എന്ന് കരുതാമോ? അരുൺ, അങ്ങനെ കരുതുന്നതിനും കരുതാം. കാരണം ദിലീപ് ഈ കേസ് കഴിഞ്ഞ ഫെബ്രുവരി 17-ാം തീയതി ഈ കേസ് ഉണ്ടായ ഉടനെ തന്നെ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സിനിമാക്കാർക്ക് തന്നെ ബന്ധമുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. കാരണം പൾസർ സുനി എന്നയാൾ നേരിട്ട് ഈ നടിയുമായി എന്തെങ്കിലും വൈരാഗ്യം മൂലം ചെയ്തതാണോ അതോ പൾസർ സുനി ഒരു കൊട്ടേഷൻ സ്വീകരിച്ചുകൊണ്ട് ചെയ്ത ക്രൂരമായ നടപടിയാണോ എന്നുള്ള സംശയമാണ് ഉയർന്നു വന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ആലുവയിലെ ഒരു പ്രമുഖ നടൻ, അതായത് ദിലീപിനെയും നാദിർഷയും അടക്കമുള്ളവരെ ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെ വളരെ വലിയൊരു സംശയാസ്പദമായ ഒരു പേരുകൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായില്ലെങ്കിൽ പോലും നവമാധ്യമങ്ങളിലും എല്ലായിടത്തും തന്നെ ദിലീപ് അല്ലെങ്കിൽ ദിലീപിന്റെ പേര് തന്നെ ഉയർന്നു വരികയും ഇയാൾക്ക് ഈ നടിയുമായി ചില ബന്ധമുണ്ട്, അതായത് ഈ ചില ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നടിക്ക് ചില കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെയും ഈ കേസിലേക്ക് വലിച്ചിഴിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ ദിലീപിന് ബന്ധമുണ്ടോ എന്ന രീതിയിലെല്ലാം നവമാധ്യമങ്ങൾ വന്നിരുന്നു. ഇതിന് പിന്നാലെ ദിലീപ് രംഗത്ത് വരികയും തനിക്കെതിരെ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ ഖേദകരമാണ്, തനിക്ക് ഇതുമായി യാതൊരു ബന്ധമില്ലെന്നും ദിലീപ് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസ് ഈ അന്വേഷണം ഈ ഘട്ടത്തിൽ പല സിനിമാ നടന്മാരിലേക്ക് ദിലീപ് ഉൾപ്പെടെയുള്ളവരിലേക്ക് വ്യാപിപ്പിച്ചെങ്കിലും വ്യക്തമായി തെളിവ് ലഭിക്കാതെ വരികയും ഇങ്ങനെ ഈ കേസ് മറ്റൊരു പൾസർ സുനിയിലേക്ക് തന്നെ നീങ്ങുകയും ചെയ്യായിരുന്നു. ഈ പൾസർ സുനി നേരിട്ട് ചെയ്തതാണോ അതോ പൾസർ സുനിയെ മറ്റുള്ള ആരെങ്കിലും ചട്ടുകമാക്കിയതാണോ എന്നുള്ള കാര്യവും ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ ദിലീപിന്റെ പേര് വലിച്ചൊഴിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ കേസ് തിരിച്ചുവിടാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കേസിന് വീണ്ടും വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതിന് വേണ്ടി ഈ വീണ്ടും ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വീണ്ടും പഴിചാരിക്കൊണ്ട് തന്നെ ഈ കേസ് വീണ്ടും സജീവമാകുന്നതാണോ എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ ദിലീപിന്റെയും നാദിർഷ ഉൾപ്പെടെയുള്ള പേരുകൾ അതേ പേര് തന്നെ ഉയർന്നു വരുമ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അരുൺ, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. റിമാൻഡിലുള്ള കേസിലെ മുഖ്യപ്രതി സുനിൽകുമാറിന്റെ സഹതടവുകാരൻ നാദിർഷയും ദിലീപിനെയും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിന്റെ ശബ്ദരേഖയടക്കം ഇരുവരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചൈനയ്ക്കുള്ളിൽ ഒരു സോവിയറ്റ് യൂണിയനോ? കൈരളി TV എഡിറ്റർ ജോൺ ബ്രിട്ടാസ് ചൈന സന്ദർശിച്ചപ്പോൾ കണ്ട ഒരു കാഴ്ച ഇന്നത്തെ ചൈനീസ് ഡയറിയിൽ. ചൈനയ്ക്കുള്ളിലെ ആദ്യത്തെ പരമാധികാര രാഷ്ട്രം ഇവിടെയാണ് രൂപീകരിക്കപ്പെട്ടത്. മാവോയുടെ നേതൃത്വത്തിൽ 6 മന്ത്രിമാർ ഉൾപ്പെടുന്ന ഒരു മന്ത്രിസഭ 931 ഇവിടെ അധികാരത്തിൽ. ഇവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവപാത ആരംഭിക്കുന്നത്.
ലോങ് മാർച്ചും തുടങ്ങുന്നത് ഇവിടെ നിന്ന്. പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ചൈനയ്ക്കുമുണ്ട് ഒരു സോവിയറ്റ് റിപ്പബ്ലിക് പശ്ചാത്തലം. ചൈന എന്ന വിസ്തൃത ഭൂമിക്കുള്ളിൽ 1931 മാവോ സേതുങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രൂപീകരിച്ച പരമാധികാര രാഷ്ട്രമാണ് സോവിയറ്റ് റിപ്പബ്ലിക് ഓഫ് ചൈന. വടക്കു കിഴക്കൻ മേഖലയിൽ ഏതാനും പ്രവിശ്യകളടങ്ങുന്ന ഭരണ സംവിധാനമായിരുന്നു ഇത്. 6 വർഷം മാത്രമേ ഈ പരീക്ഷണം നീണ്ടുനിന്നുള്ളൂ എങ്കിലും വിപ്ലവാനന്തര ചൈനയെക്കുറിച്ചുള്ള ചിന്തകളാണ് ഈ പരീക്ഷണ സർക്കാർ ജനങ്ങൾക്ക് പകർന്നു നൽകിയത്. എട്ട് പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ചൈനയ്ക്കുള്ളിലെ സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ആസ്ഥാന മന്ദിരങ്ങളും മറ്റ് അടയാളങ്ങളും ചൈനീസ് ഗവൺമെന്റ് പരിപാലിക്കുകയാണ്. മാവോ ആയിരുന്നു പ്രധാനമന്ത്രി. 6 മന്ത്രിമാരുണ്ടായിരുന്നു. അന്നത്തെ സർക്കാർ വകുപ്പുകളുടെ ശേഷിപ്പുകളും എന്തിനേറെ കറൻസികൾ പോലും അതുപോലെ സൂക്ഷിച്ചിരിക്കുന്നു. മാവോ വെള്ളം കുടിച്ചിരുന്ന കിണറാണ്. ഈ കിണറിൽ നിന്നാണ് മാവോയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും വെള്ളമെടുക്കുകയും കുടിക്കുകയും ചെയ്തു. ഇന്നൊരു സ്മാരകമായി സംരക്ഷിക്കുകയും ആൾക്കാർ വിപ്ലവ വീര്യം ആവാഹിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് വെള്ളം കുടിക്കാറുണ്ട്. കുമിന്താങ്ങുമായി തുടർച്ചയായി ഏറ്റുമുട്ടിയ ചെമ്പടയ്ക്ക് 1.5 ലക്ഷത്തോളം പേരുടെ അംഗബലവും ഉണ്ടായിരുന്നു. മാവോയുടെ താമസ കേന്ദ്രത്തിനോട് ചേർന്ന മരത്തിലാണ് കുമിന്താങ്ങിന്റെ ബോംബ് വർഷം നടന്നത്. തുടർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സോവിയറ്റ് റിപ്പബ്ലിക്കിന്റെ ആസ്ഥാനം മാറ്റുകയും ചെയ്തു. ഈ പുറകിലുള്ള ബിൽഡിങ്ങിൽ മാവോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മരത്തിന് മുകളിൽ ഒരു ബോംബ് വീണത്. വളരെ സുപ്രധാനമായ ഒരു മരമായിട്ടാണ് ഇന്ന് ചൈനക്കാർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കിങ് ഓഫ് ട്രീസ് അല്ല, എല്ലാ മരങ്ങളുടെയും രാജാവ് എന്നുള്ള പേരിലാണ് ഈ മരം അറിയപ്പെടുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം കോൺഗ്രസ് നടന്ന സ്ഥലമാണിത്. ഇവിടെയാണ് മാവോയുടെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് ആരംഭിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം കോൺഗ്രസ് വേദിയിൽ നിന്ന് കൈരളിക്ക് വേണ്ടി ജോൺ ബ്രിട്ടാസ്.